കപ്പ് തന്നു എന്ന് പറഞ്ഞില്ല. മേലിൽ ഞാൻ ശീലാവതി എന്ന് വിളിക്കില്ല, പകരം അഹല്യ എന്ന് വിളിക്കാം. ശാപമോഷം കാത്ത് കല്ലായി കിടന്ന അഹല്യ ഓർമ്മയുണ്ടോ? എനിക്ക് ശാപമോഷം തരാൻ ആരാ വരുന്നത്? ആ പോവാൻ ചേട്ടാ. എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, PR എന്ന പോലെ പ്യൂണിന്റെ ജോലി തുടങ്ങിയെന്ന് ഞാൻ ആലോചിച്ചതാ. വെറും PR മാത്രമായിട്ട് എന്നെ കാണാറുള്ളൂ, അതിനപ്പുറം ഒന്നും തോന്നാറില്ലേ? So let us come to the point. നമ്മൾ ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻസ് കൊണ്ടൊന്നും രാധയുടെ തലവേദനയുടെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചെയ്ത ചികിത്സകളൊന്നും ഫലിച്ചിട്ടുമില്ല. അങ്കിൾ പറഞ്ഞതുപോലെ സ്കാനിങ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ why not we do that? സുധി എന്ത് പറയുന്നു? ഞാനത് എന്നേ പറയുന്നു, ആരെങ്കിലും കേൾക്കണ്ടേ? ഓക്കെ, എങ്കിൽ വെല്ലൂർ CMC ആണ് ഏറ്റവും നല്ലത്. ഡോക്ടർ സുകുമാരനുണ്ടല്ലോ, ന്യൂറോളജിസ്റ്റ്, എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. I will give him a letter of introduction. അച്ഛാ, ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ. എന്തിനാ? എക്സാം മറ്റന്നാൾ തുടങ്ങിയല്ലേ, ആരെങ്കിലും ചേട്ടത്തിയുടെ കൂടെ പോകണ്ടേ? ഞാൻ പോവാ. രാജ, നിങ്ങളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഈ നീണ്ട യാത്രയും സ്ട്രെയിനും ഒന്നും നിങ്ങൾക്ക് പറ്റില്ല. അമ്മവ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതിന്റെ? ഈ വെല്ലൂർ പോക്കും ചികിത്സയും വേണമെന്ന് ഡോക്ടർമാര് പറയുന്നു. എങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാം, ഞാൻ അമ്മയുടെ കൂടെ പൊയ്ക്കൊള്ളാം. മോളെ, നിനക്കൊരു ചെറിയ ചികിത്സ ആവശ്യമാണെങ്കിൽ അത് ചെയ്യേണ്ടത് എന്റെ കടമയാണ്, ഈ കുടുംബത്തിന് ഉത്തരവാദിത്വമാണ്. ഞാൻ വരാം നിന്റെ കൂടെ. അല്ല, ഈ കുടുംബത്തിൽ ഞാനെന്നൊരു മനുഷ്യജീവി വേറെ ഉണ്ട്. ആ, പിന്നെ എന്താ പ്രശ്നം? സുധി കൂടെ പോട്ടെ. മോനെ, നിനക്ക് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ നാളെ തന്നെ ഞാൻ ഡോക്ടർ സുകുമാരനെ വിളിച്ച് മറ്റന്നാളത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇങ്ങനെ വിഷമിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാവും. ഗുഡ് നൈറ്റ്. എനിക്ക് ഈ വീട്ടിൽ ഒരു വേലക്കാരുടെ സ്ഥാനം പോലും ഇല്ലേ? നീ എന്താ രാധ ഇങ്ങനെയൊക്കെ പറയുന്നു? ഈ വെല്ലൂർ പോക്കും ചികിത്സയൊന്നും വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലോ? നിന്റെ ഈ മാറാത്ത തലവേദന. ഓ, തലവേദന ഞാനല്ലേ സഹിക്കുന്നത്? നീ ഒരിക്കൽ പറഞ്ഞില്ലേ, ഞാൻ മരിച്ചാലേ നീ മരിക്കുമെന്ന്. എന്നെ ശുശ്രൂഷിക്കാനെങ്കിലും നിനക്ക് ആരോഗ്യം വേണ്ടേ? ഞാൻ ആരോഗ്യം അന്വേഷിച്ചു പോകുമ്പോ ചേട്ടനെ ആര് നോക്കും? എന്റെ ശരീരം പണ്ടേ മരിച്ചു, മനസ്സ് മാത്രം ജീവിച്ചിരിക്കും. ആ മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടി നീ സുഖമായിരിക്കുന്നത് എനിക്ക് കാണണം. ശരി, ഞാൻ പോകാം. സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളൂ. മാഡം, ഞാൻ ഡ്രൈവ് ചെയ്യുന്നെങ്കിലും ഡ്രൈവറൊന്നുമല്ല കേട്ടോ. ഇങ്ങോട്ട് കയറിക്കേ. ഈ തലവേദന തുടങ്ങിയിട്ട് എത്ര നാളായി? തുടങ്ങിയിട്ട് ഏറെ നാളായി. പണ്ടൊക്കെ വല്ലപ്പോഴേ വരാറുണ്ടായിരുന്നുള്ളൂ, ഈയിടെയാണ് കൂടെ കൂടെ വരാൻ തുടങ്ങിയത്. എപ്പോഴാണ് സാധാരണ അറ്റാക്ക് വരുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, പക്ഷേ രാത്രിയിലാണ് അധികം. പീരീഡ് കാലത്ത് കൂടുതൽ അറ്റാക്ക് വരാറുണ്ടോ? ഇല്ല. ഓക്കെ, നാളെ രാവിലെ ആഹാരമൊന്നും കഴിക്കാതെ വരൂ. വി ഷാൽ സ്റ്റാർട്ട് ദി ഇൻവെസ്റ്റിഗേഷൻസ്. എത്ര സമയം എടുക്കും ഡോക്ടർ? സമയമോ? 3-4 ഡേയ്സ്. ക്ലിനിക്കൽ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം സ്കാനിംഗ് വേണോ വേണ്ടേന്ന്. എന്നെ അഡ്മിറ്റ് ചെയ്തോടെ ഡോക്ടർ? ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. യു ആർ ക്വൈറ്റ് എ നോർമൽ പേഴ്സൺ, നോട്ട് എ സീരിയസ് പേഷ്യന്റ്. സോ ടുമോറോ മോർണിംഗ് ഷാർപ്പ് അറ്റ് 8:30. ഓക്കെ.
Excuse me. Yes. Can you give me 2 single rooms? Do you have reservation? No. Just a minute, sir. Sorry, sir. ഇപ്പോൾ ഒരു ഡബിൾ റൂമേ വേക്കൻ്റ് ഉള്ളൂ. Okay. വരൂ. Key, please. എന്റെ കൂടെ ഈ മുറി കിടക്കാൻ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പേടിയാണെങ്കിൽ ഞാൻ താഴെ ലോബിയിൽ പോയി കിടന്നോളാം. അതേതായാലും വേണ്ട. മനുഷ്യൻ ലൈംഗിക വികാരങ്ങളെ സപ്രസ് ചെയ്യുമ്പോൾ അത് മനസ്സിനെയും ശരീരത്തെയും പലവിധത്തിൽ ബാധിക്കും. ഇത് അതുപോലത്തെ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും ബാക്കി ടെസ്റ്റുകൾ കൂടി കഴിയട്ടെ. ഓക്കെ ഡോക്ടർ, ഞാൻ പറ്റേ. വരൂ.